സംഭവമാണ് ഉണ്ടായത്. പ്രതികരണത്തിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ ബ്ലോക്കാണ് സർജിക്കൽ ബ്ലോക്ക്. അപ്പോൾ ആ സർജിക്കൽ ബ്ലോക്കിനോട് ചേർന്നുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇന്ന് അതിൻ്റെ മേൽക്കൂര തകർന്ന് വീണത്. ആ സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ റീജിയണൽ മീറ്റിങ്ങിലായിരുന്നു ബഹുമാനായിട്ടുള്ള വാസവൻ മിനിസ്റ്ററും ഞാനും അതുപോലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ആദ്യഘട്ടത്തിൽ 2 പേർക്ക് പരിക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് ഒരാളുടെ പരിക്കേറ്റ കുട്ടിയുടെ അമ്മ മിസ്സിംഗ് ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്ത് പിന്നെ അമ്മ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി, മിസ്സിംഗ് അല്ല എന്നുള്ളത് ഉറപ്പാക്കി. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ, അതായത് മിനിസ്റ്ററും ഞാനും വന്ന ഉടനെ തന്നെ ഞങ്ങൾ അവിടേക്ക് JCB എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അപ്പോൾ അവിടെ JCB എത്തിച്ചു. അപ്പോൾ JCB അവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമായിരുന്നത് കൊണ്ട്, അതായത് ഒരു നടുമുറ്റം പോലെ ഒരു സ്പേസ് ആയിരുന്നു. അതായത് ചുറ്റും കെട്ടിടങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഈ മെഷീൻ എത്തിക്കുന്നതിന് ഈ വരാന്തയിലൂടെ JCB കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഗ്രില്ല് പോലെയുള്ളത് അത് കട്ട് ചെയ്തിട്ട് വേണമായിരുന്നു കൊണ്ടുവരാൻ. പക്ഷെ അതും കട്ട് ചെയ്ത് JCB അവിടേക്ക് എത്തിച്ചാണ്. ആ ഘട്ടത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് തിരയുന്നതിന് വേണ്ടിയിട്ടാണ് മെഷീൻ കൊണ്ടുവന്നത്. ആ മെഷീൻ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത്. ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിൻ്റെ ആദ്യത്തെ ബ്ലോക്കാണ് ഇത്. അപ്പോൾ ഇതിൽ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ, അതായത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2013-12 കാലം മുതൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകളുണ്ടായി. പക്ഷേ ഇപ്പോൾ 2013-ലെയും 12-ലെയൊക്കെ കത്തിടപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. PWD എൻജിനീയർമാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, സീലിംഗ് അടർന്ന് വീഴുന്നു എന്ന് പറഞ്ഞയച്ച കത്തുകൾ ഉണ്ട്. പക്ഷെ അന്നൊന്നും അതിനൊരു ഫണ്ട് വെച്ചിരുന്നില്ല. ഈ ഒരു ബിൽഡിങ് ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഫണ്ട് വെച്ചിരുന്നില്ല. 2016-ൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ചുമതല ഏൽക്കുമ്പോഴാണ് അന്ന് ഇവിടെ HDCയുടെ അംഗം കൂടിയായിരുന്ന ബഹുമാന്യനായിട്ടുള്ള ശ്രീ VN വാസവൻ മിനിസ്റ്റർ, ഇപ്പോഴത്തെ മിനിസ്റ്റർ, അദ്ദേഹം അതുപോലെ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈല ടീച്ചറുമൊക്കെ ചേർന്നിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഈ ഒരു കെട്ടിടം അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടത്തിനും അതോടൊപ്പം മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിനുമായിട്ട് 567 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചത്. പക്ഷേ പിന്നീട് കോവിഡ് മൂലം ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനായിട്ട് കഴിഞ്ഞില്ല. 2021-22 കാലയളവിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 2021-22 കാലയളവിൽ തുടങ്ങിയ കെട്ടിടം 8 നിലകളുള്ള ഒരു പുതിയ സർജിക്കൽ ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മെയ് മാസം 30-ാം തീയതി ഇതേ ഹാളിൽ ഞാനും മിനിസ്റ്ററും സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ഡോക്ടറും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലും ഒക്കെ ചേർന്നുകൊണ്ട് SCSും ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മളൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അത് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനും ആയിരുന്നു ആ മീറ്റിംഗ് ചേർന്നത്. അപ്പോൾ OTയുടെ നിർമ്മാണം കുറച്ച് കാര്യങ്ങൾ, അത് മോഡുലാർ OTയാണ്. സിവിൽ വർക്കും മറ്റ് വർക്കുകളെല്ലാം തീർന്നു. പക്ഷേ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോഴുള്ള ബിൽഡിങ്ങിൽ 10 ഓപ്പറേഷൻ തിയേറ്ററാണ് ഉള്ളത്. പുതിയ സർജിക്കൽ ബ്ലോക്കിൽ 14 ഓപ്പറേഷൻ തിയേറ്ററാണ് ഉള്ളത്. പുതിയ ബിൽഡിങ്ങിൻ്റെ ബെഡ് കപ്പാസിറ്റി ഏതാണ്ട് 568 ആണ്. പഴയ സർജിക്കൽ ബ്ലോക്കിൻ്റെ കപ്പാസിറ്റി ഒരു 360 ആണ്. 360. ഇവിടെ ICUകൾ ഉൾപ്പെടെയാണ് ഉള്ളത്. അപ്പോൾ ഈ 568 എന്ന് പറയുമ്പോൾ 2 ICUകൾ കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 42 ബെഡ് ഉള്ള 21 ബെഡുകൾ വീതമുള്ള 2 ICUകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റിങ്ങിന് വേണ്ടി തീരുമാനിക്കുകയും ഷിഫ്റ്റിങ്ങിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങിന് ശേഷം SMD ഡോക്ടർ വിനയ് ഗോയൽ ഇവിടെ എത്തി അടുത്തൊരു മീറ്റിംഗ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ
ഇങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ആദ്യമായിട്ട് കേരളത്തിൽ നമ്മുടെ ഒരു ഫയർ സേഫ്റ്റി ഓഡിറ്റ്, ഒരു സേഫ്റ്റി ഓഡിറ്റ്, അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻ, ഇതെല്ലാം ആദ്യമായി തന്നെ രൂപീകരിച്ചത്, അത് നടപ്പിലാക്കിയതും ഈ ഘട്ടത്തിലാണ്. മോക്ക് ഡ്രില്ലുകൾ ഉൾപ്പെടെ നടത്തണമെന്നുള്ളത് പറഞ്ഞതും ഈ ഘട്ടത്തിലാണ്. അതോടൊപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തി ആശുപത്രികളിലൊക്കെ തന്നെ അതിൻ്റെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ഇതിൻ്റെ ഭാഗമായിട്ട് അത് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് മാത്രമല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് ഏതാണ്ട് 30% അതിൻ്റെ നിർമ്മാണം ആയി. അതുപോലെ കാർഡിയോളജി ബ്ലോക്ക്, ഇൻഫെക്ഷ്യസ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക്, ഇതെല്ലാം തന്നെ നിർമ്മാണത്തിലുള്ളവയാണ്. ഈ പറഞ്ഞതൊക്കെ പൂർത്തീകരിക്കുന്നവയും നിർമ്മാണത്തിലുള്ളവയുമാണ്. മറ്റ് കാര്യങ്ങൾ, ഇന്നത്തെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ കളക്ടറോട് ഇത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സമയത്ത് അവിടെ എത്തിയപ്പോഴും ഈ അപകടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് റിസർച്ചിന്റെ പ്രതികരണമായിരുന്നില്ല. രക്ഷാപ്രവർത്തനം വളരെയേറെ താമസിച്ചു എന്നതാണ് അവരുടെ ആരോപണം. നോക്കൂ, അവിടെ ആദ്യം എത്തിയത് ഞങ്ങൾ തന്നെയാണ്. അവിടെ ഒരു ദുരന്തമുഖത്ത് നമ്മൾ ദുരന്ത നിവാരണത്തിൻ്റെ ഗൈഡ് ലൈൻ തന്നെ അനുസരിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അവിടെ മറ്റ് ഓഫീസേഴ്സ് ഉണ്ടാകും, പോലീസ് ഉണ്ടാകും. അവിടെ ഒരു ബഹളം ഉണ്ടാക്കി. അപ്പോൾ തന്നെ അവിടെ ഫയർഫോഴ്സിൻ്റെ ആളുകൾ, അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അഗ്നിശമന സേനാംഗങ്ങളുമായിട്ട് അവിടെ നിന്ന് ആദ്യം എനിക്ക് മുൻപൊരു 10 മിനിറ്റ് മുമ്പ് വാസവ മിനിസ്റ്റർ എത്തിയിരുന്നു. അപ്പോൾ മിനിസ്റ്റർ ആദ്യഘട്ടത്തിലുള്ളൊരു ആലോചന ഫയർഫോഴ്സ് അംഗങ്ങളുമായിട്ട് നടത്തിയിരുന്നു. ഞങ്ങൾ അതിനുശേഷം നേരെ പോയത് അവിടെ നിന്ന്, അതായത് ഈ പരിശോധന ഫയർഫോഴ്സ് അംഗങ്ങൾ അവിടെ വന്നു. അവർ ഓൾറെഡി മെഷീൻ അപ്പോഴേക്കും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ആ സ്പോട്ടിൽ നിൽക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ തൊട്ടിപ്പുറത്ത് സൂപ്രണ്ടിൻ്റെ റൂമിൽ ഇരുന്ന് ഇത് മുഴുവൻ കാര്യങ്ങളും അവിടെ എന്താണ് ചെയ്യേണ്ടത്, എത്ര പേരുണ്ട്, ഫയർഫോഴ്സിൻ്റെ എത്ര പേരുണ്ട്, അവിടെ മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരിക, നിങ്ങളെല്ലാം അവിടെ പോയി കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് മെഷീൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, മെഷീൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങിനകത്തൂടി മാത്രമേ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. അല്ല, ഇത് പണ്ടത്തെ അല്ലേ, 68 വർഷം മുമ്പത്തെ ബിൽഡിങ്ങിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് അന്ന് ഇപ്പോൾ റോഡ് ഉണ്ടാകണമെന്ന് നമ്മൾ എങ്ങനെയാണ് പറയാൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 68 വർഷം എന്ന് പറയുമ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലഘട്ടത്തിലെ ബിൽഡിംഗ് അല്ലേ, അതിൽ നമ്മളെങ്ങനെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ബിൽഡിങ്ങിനുള്ളിലൂടെ എങ്ങനെയാണ് കൊണ്ടുവരിക? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് കണ്ടു. ആളുകൾ, ഓഫീസേഴ്സ് മുഴുവൻ, ഇപ്പോൾ ACSഉം ഒക്കെ ആ മീറ്റിങ്ങിലായിരുന്നു, ഓഫീസേഴ്സ് മുഴുവൻ അവിടേക്ക് വന്നു. ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആളുകൾ വന്ന് കൂടി നിന്നിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഫയർഫോഴ്സിനോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ എത്ര പേർ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഫയർഫോഴ്സ് സംഘങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ടീം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എത്ര പേർ ഇവിടെയുണ്ട്, അതിന് മെഷീൻ എങ്ങനെയാണ് ഇവിടെ എത്തിക്കുക? അപ്പോൾ അടുത്ത വിഷയം വന്ന് മെഷീൻ അകത്തൂടെ വന്നപ്പോൾ ഈ നമ്മളവിടെ ബോർഡുകളൊക്കെ വെച്ചിരുന്നിടത്ത് അവിടെ തട്ടുകയാണ്, വരാൻ കഴിയുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മെഷീൻ വന്ന് താമസം വിനാ തന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഈ 3 പേർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു. ഡോക്ടേഴ്സ് തന്നെയൊക്കെ എല്ലായിടത്തും വാർഡുകളിൽ മുഴുവൻ പോയി പരിശോധിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ CT സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരാളെക്കുറിച്ച് ആ സമയത്ത് അതുകൊണ്ടാണ് ഇവർ 2 പേർ എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്നിരുന്നാലും 2 പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണ് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സാധ്യമായത് തന്നെ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് എത്തിക്കാൻ കഴിയുന്ന മെഷീൻ തന്നെ എത്തിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അല്ല ആ ഘട്ടത്തിൽ അല്ല, ഞാൻ വന്ന് നിന്നപ്പോഴല്ലേ ചോദിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്, ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടായത്.
ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം പരിശോധിക്കാം, നമുക്ക് പരിശോധിക്കാം എന്നൂടെ ഞാൻ പറഞ്ഞിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തുകയല്ലല്ലോ ചെയ്തത്. അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു, അതിനനുസരിച്ചിട്ട് അവിടെ പരിശോധന നടത്തി. അല്ല, ഞാൻ അവിടെ ഇത് വന്ന് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണല്ലോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്നോടാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക. അപ്പോൾ അതൊരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. ആ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരമായിട്ട് വാർഡുകളിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആ ഘട്ടത്തിൽ, അതൊരു പ്രാഥമിക ഘട്ടമാണ്. വന്ന് നമ്മൾ ആ സ്പോട്ടിൽ നിൽക്കുമ്പോഴാണല്ലോ അപ്പോൾ പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെയാണ് എന്താണ് എന്ന്. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എല്ലാവരും പരസ്പരം എൻഗേജ്ഡ് ആണ്. ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെയാണല്ലോ, ഇതിന് തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനാണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലല്ലോ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെയൊക്കെ ക്യാമറകൾ പരിശോധിച്ചാലും മതിയാകും. നിങ്ങളുടെ എങ്ങനെയാണ് ഒന്നും ഒരു റൂമിലിരുന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ എന്ത് ഇൻഫർമേഷനാണോ കിട്ടുന്നത് അത് അപ്പാടെ നിങ്ങളോട് പറയുന്നത്. അല്ല, അതൊക്കെ നമുക്ക് അതാണല്ലോ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് റിപ്പോർട്ട് വരട്ടെ, നമുക്ക് നോക്കാം. അല്ല, അത് അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു അടഞ്ഞ് ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ. അല്ല അത് ഞാനല്ല, അത് പരിശോധിക്കണമല്ലോ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധനയിൽ നമുക്ക് കാണാം. അപ്പോൾ ആ ഇൻഫർമേഷൻ അത് ആ രീതിയിൽ നൽകിയിട്ടുണ്ട്. അത് എങ്ങനെ നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിൽ കാണാമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. മിനിറ്റ്സ് ഉണ്ടല്ലോ, യോഗത്തിൻ്റെ മിനിറ്റ്സ് ഉണ്ടല്ലോ. അത് 30/5/2025 അപ്പോൾ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് ആളുകളെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു കൗണ്ട് ഡൗൺ നിശ്ചയിച്ചു. ആ കൗണ്ട് ഡൗണിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ. വാസ്തവത്തിൽ ജൂലൈ 31 തോന്നുന്നു അല്ലേ? ജൂലൈ 31 ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം OTകൾ കൂടി, ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി പൂർത്തിയായി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ OTകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അത് ഏതാനും ആഴ്ചകൾ എടുക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഷിഫ്റ്റ് ചെയ്യുക. വളരെ കെട്ടിടാവശിഷ്ടം പൊളിക്കുന്നതിനപ്പുറം ഒരു തിരച്ചിൽ ആ ഘട്ടത്തിൽ നടന്നു എന്നൊരു സംശയം അവിടെ നിന്നവർക്ക് തോന്നിയാണ്. റെസ്ക്യൂ അത്ര ഫാസ്റ്റായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ കട്ട തല്ലി പൊട്ടിക്കുന്നതല്ല, അതിനകത്തൊരു ഹ്യൂമൻ ജീവൻ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിൽ നടത്തുന്ന ഒരു റെസ്ക്യൂ ആയിരുന്നു. നോക്കൂ, നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഈ മെഷീൻ കൊണ്ടുവരുന്നതിന് തന്നെ എന്താണ് അതിൻ്റെ കാരണം? അത് ആരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുക മാത്രമാണെങ്കിൽ അത് പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിൽ ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഒരു മെഷീൻ അവിടെ എത്തി ഇത് അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അത് അതിൻ്റെ അർജൻസി എന്താണ്, ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് തന്നെയാണ്. അതുകൊണ്ടാണ് മിനിസ്റ്ററും ഞാനും വന്നപ്പോൾ തന്നെ ഈ മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും നിങ്ങളെല്ലാം കണ്ട ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഇത്രയും പഴയ കെട്ടിടത്തിനുള്ളിൽ ഇത് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു. ആ ദുർഘടങ്ങളെ മറികടന്ന് അവിടെ എത്തിച്ചത്. ഈ റെസ്ക്യൂ നടക്കുന്ന സ്ഥലത്ത് ഈ
ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഇപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഇപ്പുറത്തെ ബ്ലോക്കിലും എത്തിയിരുന്നു, കാഷ്വാലിറ്റി പോയിരുന്നു, മുറിവേറ്റവരെ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും അതിൽ അവിടെ ഉണ്ടോ, കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളത് പരതുന്നതിന് തന്നെയാണ്, അന്വേഷിക്കുന്നത് തന്നെയാണ് അത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അപ്പോൾ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും അതല്ലാതെ ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അത് നോക്കാം നമുക്ക് എന്താണെന്നത്. ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മള് ഇതിൽ ചെറിയ പരിശോധിക്കാമെന്ന് പറയുന്നതിലപ്പുറം വ്യക്തമായ ഒരു മറുപടി പറയട്ടെ. ഇത് മെഡിക്കൽ കോളേജ് പോലെയുള്ള കെട്ടിടത്തിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം അല്ല, അതിന് കാലപ്പഴക്കം എന്ന ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയല്ല, സമ്മതിക്കേണ്ടത്. നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണിത്. 2013 ഒരു കത്തിനകത്ത് പറയുകയാണ്, അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഈസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. 2013 അതിനുശേഷം അല്ല, ഞാൻ പറയട്ടെ, 2016 ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ. 2016 കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു എന്ന്. അല്ല, നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ്? ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അത് വളരെ ദുഃഖകരമായിട്ടുള്ളത്. അല്ല, ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, അത് റിപ്പോർട്ട് വരട്ടെ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നോക്കൂ, താഴത്തെ 2 നില ഉപയോഗിക്കുന്നില്ല, മുകളിലത്തെ 1 നില ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നോ അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കുന്നോ അവരത് ഉപയോഗിക്കുന്നു. അപ്പൊ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതൊരു നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്, ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിങ്ങാണ്, ആദ്യത്തെ ബ്ലോക്കാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുക, ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ്. മറ്റൊരു ബ്ലോക്ക് സാധാരണ വാർഡാണെങ്കിൽ കുഴപ്പമില്ല, കാരണം സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള ബ്ലോക്കാണ്. കഴിഞ്ഞ 2017-18 കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. ആ നിലയിൽ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് കാലഹരണപ്പെട്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്ററും ബഹുമാനിയായ ശൈലജ ടീച്ചറും കൂടെ അന്ന് HDSന്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ, ഇവിടുത്തെ MLA. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. 21-22 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല. 8 നിലകളിലുള്ള കെട്ടിടമാണ്. 8 നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ്. അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഞാനും വാസവ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത്. ദുഃഖകരമായ കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് നമുക്ക് ജില്ലാ കളക്ടർ അത് HDCയുടെ ചെയർമാൻ കൂടിയാണല്ലോ. അപ്പോൾ ശരി, അല്ല, അത് പരിശോധിക്കട്ടെ. നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ, ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത്. ആ നിർമ്മാണം നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ.
ഈ 567 കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അതല്ലേ ചെയ്തത്? പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നത് അവരൊരു ചെറിയ സെറ്റപ്പ് വിളിച്ചിട്ട് അവർ ആ ചികിത്സ തുടർന്നുകൊണ്ടാണ് അവർ മുകളിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ ഒരു 60-70% പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കെട്ടിടം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജീകരിച്ചത്? വലിയൊരു ബിൽഡിംഗ് ആണ് അത് എന്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ചെയ്യുന്നതുപോലെ നിർമ്മാണം പൂർത്തിയായ തുറന്നു കൊടുക്കുക? അത് ഉദ്ഘാടനത്തിന് വേണ്ടി വൈകിയിരിക്കുന്നതാണ്. എന്താണ് അതിന്റെ ഒരു കാരണം? നമ്മൾ ബീച്ചിൽ തന്നെ പോയിട്ടുള്ളതായിരിക്കും അവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അത് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയും. കാരണം ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരു നിലയിൽ, ICU ഒരു നിലയിൽ, അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിനിസ്റ്ററും കൂടി പറയും. ഇവിടെ നോക്കൂ, ഇവിടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും ഉണ്ടല്ലോ, അവർ മറുപടി പറയും. അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അവർ പറയും, മറുപടി പറയും, അവർ പറയുമല്ലോ.